ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ ഓട്സ് കൊണ്ട് പത്തിരി ഉണ്ടാക്കിയ കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. നിങ്ങൾ രാവിലെ ഡയറ്റൊക്കെ ചെയ്യണമല്ലേ, ഓട്സും രാഗിയൊക്കെ തിന്ന് മടുത്തോൽക്ക് ഇങ്ങനെ ഓട്സ് കൊണ്ട് നിങ്ങളൊരു പത്തിരി ഉണ്ടാക്കി നോക്കി. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പത്തിരി മിഷീനാണ് പരത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ വെള്ളക്കടലേറ്റ് ഇഷ്ടം ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ്. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, ഡയറ്റ് ഇല്ലാത്തവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി, ഡയറ്റുള്ളവർക്ക് ഓട്സ് പത്തിരി ഉണ്ടാക്കിട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ, ഈ ഓട്സ് കൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ ബെല്ലൈക്കനെ അമർത്തിയിട്ടേ നമ്മളെ സപ്പോർട്ടാക്കൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ. അതിനായിട്ട് ഞാൻ ഈ കപ്പിനൊരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. പുട്ടുണ്ടാക്കിയപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഓട്സ് കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല എല്ലാ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓട്സ് കൊണ്ട് ഞാനൊന്ന് പത്തിരി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പല വിധത്തിലുണ്ടാക്കി കഴിക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഓട്സ് മടുക്കില്ല. നമുക്ക് ഡയറ്റുള്ളവർക്ക് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് ആ ഒരു കപ്പ് ഓട്സ് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് നിങ്ങൾ തരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ പൊടി വാട്ടിയാൽ മതി കേട്ടോ. നമ്മൾ പത്തിരിക്ക് വാട്ടണ മാതിരി കുറച്ച് വെള്ളം വെച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വാട്ടിയെടുത്താൽ മതി. ഫ്ലെയിമൊക്കെ ചെറുതാക്കി നല്ല സോഫ്റ്റില്ല പത്തിരി ഉണ്ടാവും. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ പലകമ്മി പരത്തൊക്കെ ചെയ്യാം കേട്ടോ. പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പത്തിരി മിഷീൻ വന്ന് അമർത്തിയിട്ടുള്ളൂ. നമുക്കൊന്ന് വലിയ പത്തിരിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ കാരണം പലകമ്മ പരത്തട്ടോ. പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പത്തിരി പരത്തണ പോലെ, ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുത്തോളുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പ് കയറും. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടൂലേ, അതേപോലെ തന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ച ഓട്സ് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ അധികം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എളുപ്പത്തിൽ കുഴച്ചത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല സോഫ്റ്റായ പൊടിയല്ലേ. അങ്ങനെ നമുക്ക് ആ ഓട്സ്, ഒരു കപ്പ് ഓട്സ് അതിൽ ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ വളരെ ചെറുതാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. അങ്ങനെ ഒക്കെ ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ ചൂട് കൊടുക്കാൻ തന്നെ, ചെറിയ ചൂട് കൊടുക്കാൻ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ കുറച്ച് ഡ്രൈ ആയി വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതി. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ. അല്ലാതെ ഇതിൽ വെള്ളം ഏറിച്ചാൽ പിന്നെ ഞങ്ങൾ പിന്നെയും പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. വെള്ളം ഏറുകയാണെങ്കിൽ കുറച്ച് ഓട്സ് കൂടിയും പൊടിച്ചാണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓട്സൊന്നും വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാകത്തിന് വെള്ളം വെച്ചിട്ട്, കുറച്ച് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ കുഴക്കുമ്പോൾ ലേശം വെള്ളം ചേർത്തുകൊണ്ട് കുഴച്ചാൽ മതി കേട്ടോ. അപ്പം എല്ലാം റെഡിയാവും. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാതും വാട്ടിയെടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി മിഷീനിൽ ഒന്ന് വെറുതെ ഒന്ന് അമർത്തിയാൽ മതി. നല്ല സോഫ്റ്റിലെ പൊടിയാണല്ലോ ഓട്സിൻ്റെ പൊടിയാണ്. അങ്ങനെ ഓട്സ് കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ്. ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലുണ്ടാവും. പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ നല്ലോണം കുഴച്ചെടുക്കാം. നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട്, കുറച്ച് ഡ്രൈ ആണെങ്കിൽ കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം തെളിക്കണം, എന്നാലേ ഇപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. നമുക്ക് തെളിച്ചാലോ. അങ്ങനെ ആ വെള്ളമൊക്കെ തെളിച്ചിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട്, കുറച്ച് ഓയിലുമാണെങ്കിൽ കൈമ തടവിക്കോളി, സോഫ്റ്റ് കിട്ടണമെങ്കിൽ. നല്ല സോഫ്റ്റ് പൊടിയായി കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വേണമെങ്കിൽ തെളിച്ചിട്ട്, അധികം തെളിക്കരുത്. ഒന്ന് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തോളൂ കേട്ടോ. നന്നായി ഒന്ന് കൈ നനച്ചാൽ മതി, കുഴച്ചെടുത്താൽ മതി. നമ്മൾ പത്തിരിൻ്റെ ഒക്കെ നല്ല അതേപോലെ തന്നെ നല്ല സോഫ്റ്റാക്കാം കേട്ടോ. ഈ ഓട്സിൻ്റെ പൊടി നല്ല സോഫ്റ്റാക്കാം.
അങ്ങനെ അതൊക്കെ കുഴച്ച് നമുക്ക് നല്ലോണം ഉരുട്ടിയെടുത്തിട്ട് പത്തിരി മെഷീനിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരിൻ്റെ ഉരുളകളൊക്കെ ഉരുട്ടി 6 പത്തിരി ഉണ്ട് കേട്ടോ. 6 പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഉരുളകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര വലിയ ഉരുളകളല്ല. നമ്മൾ പലകമ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ പോലെ വലിയ ഉരുള ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ മെഷീനിലല്ലേ പരത്തുന്നത്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുള ഉണ്ടാക്കി, അധികം കട്ടി ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ നമുക്ക് ആ ഉരുളകളൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തിരി മെഷീൻ എടുത്തിട്ട് നമുക്ക് അതിൽ പരത്തിയെടുക്കാം. ഇതെല്ലാം അതും ചുട്ടെടുക്കാം. അങ്ങനെ ഇപ്പോൾ 6 ഉരുള ഉണ്ടാക്കിയിട്ട് ഞാനൊരു കപ്പ് പൊടിയിട്ട് ഇപ്പോൾ 2 കഴിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. ഡയറ്റ് ചെയ്യണ ഓട്സ് ആണെങ്കിലും വല്ലാതെ കഴിക്കാൻ പറ്റില്ല, ഒക്കെ ആവശ്യത്തിന് പറ്റും. അങ്ങനെ പത്തിരിക്കല്ല് ചെറുതായിട്ടൊന്ന് ഓയിൽ വറ്റിയിട്ട് നമുക്ക് എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചുട്ടെടുക്കാം. ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന പോലെ തന്നെ 3 വട്ടം മറിച്ചിട്ടുങ്ങാണ്ട് ചുട്ടെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റായ പത്തിരി ഇപ്പോൾ റെഡിയാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങളിങ്ങനെ കഴിച്ചോളി. തടി കുറക്കാനും ഡയറ്റ് ചെയ്യുന്നൊക്കെ ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി വീഡിയോ ഇട്ടാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അങ്ങനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കുന്നുണ്ട്. നമുക്കെല്ലാതും ചുട്ടെടുത്താലോ.
അങ്ങനെ ഓട്സ് കൊണ്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടോ. ഡയറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ രാവിലെ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്. ചപ്പാത്തി ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ എല്ലാവർക്കും അറിയുണ്ടാവും, ആദ്യം ഇട്ടീനു. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രം. അങ്ങനെ ചപ്പാത്തി, ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഓട്സ് പത്തിരി കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ഓട്സ് പത്തിരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കടലേറ്റ് ചെറുപയറും കടലയും വെച്ചിട്ട് ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഇതായിട്ട് 6 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് പൊടിയായിട്ട് ഞാൻ 6 പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 കഴിക്കാറുണ്ട് രാവിലെ വൈകിട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നല്ലതാട്ടോ. അങ്ങനെ രാഗി ഓട്സൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിട്ടോ. അപ്പോൾ അതിൻ്റെ ഇതും കൂടി ഇട്ടതാണ്. അങ്ങനെ ചപ്പാത്തിയും ഓട്സ് പത്തിരി ഉണ്ടാക്കി. ഇന്ന് രാവിലത്തെ വീഡിയോ അതാണ്. ചപ്പാത്തിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടപ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ രാവിലത്തെ റെസിപ്പിയാണെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. ഡയറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഓട്സൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറേ മടുത്തിട്ടുണ്ടാവും, വിരകി കഴിച്ചിട്ടും പാലിട്ട് കഴിച്ചിട്ടും. അങ്ങനെ പുട്ടും ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതായിട്ട് ഒരു വിഭവം കൂടി ഉണ്ടാക്കേണ്ട, അതും കൂടി ഞാൻ ഉണ്ടാക്കി വീഡിയോ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുള്ളൂ. നമുക്ക് ഈ ചപ്പാത്തിയും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ഗെയ്സ്, നമ്മളിന്ന് രാവിലെ ഉണ്ടാക്കിയ ഓട്സ് പത്തിരി ചപ്പാത്തിൻ്റെ വീഡിയോ കേട്ടോ. ചപ്പാത്തി ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഓട്സിൻ്റെ പത്തിരി ഉണ്ടല്ലോ, അത് നടാടെ ഞാൻ ഉണ്ടാക്കി നോക്കുവാണ്, വീഡിയോ എടുത്തുകൊണ്ട് വിടുവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഓട്സ് കൊണ്ട് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ ബീഫ് കറീൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിച്ചട്ടോ. ഇപ്പം നമ്മൾ ഡയറ്റ് ആഗ്രഹിക്കുന്ന ആളാകൊണ്ട് ഞാൻ അതിൽ കടലക്കറി ഉണ്ടാക്കിക്കണം. കടല കൊണ്ട് ഇത് ഇഷ്ടം ഉണ്ടാക്കിക്കണം കേട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.